നോവൽ ഒടിയൻ ഭാഗം 7. ചെമ്പുള്ളിമനക്കിലെ കാരണവർ അന്ന് പതിവിലും സന്തോഷത്തിലായിരുന്നു. ശംഖുവിന് സംഭവം എന്താണെന്ന് മനസ്സിലായി. അക്കരക്കാവിൽ കഥകളി ഉത്സവം തുടങ്ങുന്നത് ഇന്നാണ്. അതിൻ്റെ സർവ്വ മേൽനോട്ടവും അങ്ങേർക്കാണ്. കാവിലെ ഊരാഴ്മക്കാരാണ് ചെമ്പുള്ളിക്കാർ. കെങ്കേമമാണ് ഉത്സവം. അന്യദേശത്ത് നിന്നുള്ള കഥകളിക്കാർ വന്ന് വഴിപാട് കണക്കിന് ദേവിയുടെ മുന്നിൽ ആടും. ഇനിയുള്ള 9 ദിവസവും ഉത്സവം നീണ്ടു നിൽക്കും. കാരണവർക്ക് കഥകളി ലഹരിയാണ്. അതിലും അധികം ഇഷ്ടം കഥകളിക്കാരൻ്റെ പെണ്ണുങ്ങളോടും. ശങ്കുണ്ണി! കാരണവർ അകത്തു നിന്ന് നീട്ടി വിളിച്ചു. താഴ്ന്നു വണങ്ങിക്കൊണ്ട് അയാൾ അകത്തേക്ക് ചെന്നു. ഇന്ന് അക്കരക്കവൽ രാത്രി നാം ഇന്ന് താമസത്തിന് തരാവില്ല. രാത്രി തന്നെ മടങ്ങേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ട ഒരുക്കങ്ങൾ നീ ചെയ്തു കൊള്ളുക. നീ അവിടെ തന്നെ നിൽക്കേണ്ടി വരും കേട്ടോ. ഓ തമ്പ്ര, വേണ്ടത് ചെയ്തു കൊള്ളാം. ശംഖു വണങ്ങിക്കൊണ്ട് തിരിച്ചു നടന്നു. കാരണവർക്ക് രാത്രി വേറെ ഏതെങ്കിലും വീട്ടിൽ സംബന്ധം തരായിട്ടുണ്ടാവും. അതിനുള്ള സിൽബന്തികൾ മൂപ്പരുടെ കൈവശം നിറയെ ഉണ്ട്. ഓ, എന്തെങ്കിലും ആവട്ടെ. ശംഖു പത്തായപ്പുരയിൽ നിന്ന് അയാൾക്ക് വേണ്ട സാധനങ്ങളുടെ ഭാണ്ഡം കെട്ടി. നേരം ഇരുട്ട് വീണു തുടങ്ങും മുമ്പേ പുഴ കടക്കണം. അക്കരെ പുഴക്കരയിലേക്കുള്ള വനത്തിലാണ് കാവ്. ശംഖുവാണ് തോണി തുഴഞ്ഞത്. കാരണവരുടെ ചുണ്ടിൽ നിന്നും ചെറുമൂളൽ പോലെ കഥകളി പദങ്ങൾ ഒഴുകി വന്നു. അങ്ങേരുടെ ആഹ്ലാദം കണ്ട് ശംഖുവിന് ചിരി വന്നു. അക്കരക്കാവിലെ ഊട്ടുപുരയിൽ ചെന്ന് ശംഖു ഭാണ്ഡമിറക്കി. അല്പനേരം അവിടെ ഇരുന്നു. കളി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അയാൾക്കത് കാണാൻ താല്പര്യമില്ല. കുറേ കഴിഞ്ഞ് അയാൾ ഊട്ടുപുരയിൽ നിന്നും എഴുന്നേറ്റ് വേദിയുടെ സമീപം ചെന്നു നോക്കി. ആ സമയം കാരണവർ ശംഖുവിനെ തിരക്കിക്കൊണ്ട് അങ്ങോട്ട് വന്നു. താനിത് എവിടെയായിരുന്നു? നോമിന് പോകാൻ സമയമായി. നീ ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം നോക്കുക. ഞാൻ രാവിലെ വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയാളിൽ പതിവില്ലാത്തൊരു ധൃതി ശംഖു കണ്ടു. തമ്പ്ര, അടിയും വേണേച്ചാ കടത്തി തരാം. ഈ രാത്രി അവിടുന്ന് ഒറ്റയ്ക്ക്. ഏബ്യ, നീ എന്താ എന്നെ കൊച്ചാക്കുകയാണോ? പറഞ്ഞത് കേൾക്കാം, നാം പോയിക്കോളാം. ശംഖു പിന്നെ ഒന്നും പറഞ്ഞില്ല. കയ്യിലെ ചൂട്ട് ശക്തമായെന്ന് വീശിക്കൊണ്ട് കാരണവർ നടന്നു നീങ്ങി. ശംഖു അയാളെ നോക്കി അവിടെ തന്നെ നിന്നു. കറുത്ത വാവ് കഴിഞ്ഞ രാത്രി. മാനത്ത് അമ്പിളിക്കലയുടെ ഒരു പൊട്ടുപോലും കാണാനില്ല. കാരണവരുടെ ചൂട്ടിൻ്റെ പരിമിതമായ വെളിച്ചത്തിലും ഇരുട്ട് അതിശക്തം വീണുകൊണ്ടിരിക്കുന്നു. ദൂരെ കുറുക്കന്മാർ ഓലിയിടുന്ന ശബ്ദം. കാരണവരുടെ ജീവൻ്റെ തുടിപ്പിന്മേൽ മരണത്തിൻ്റെ കറുപ്പ് മഷി പുരട്ടാൻ എന്ന പോലെ ചെമ്പുള്ളിലെ ആ മലമുകളിൽ കറപുരണ്ട 2 നഖത്തലപ്പുകൾ ആ ഓട്ടുഗോകർണത്തിലൊന്ന് തൊട്ട് എഴുന്നേറ്റു. കഴുത്തൊപ്പം നീണ്ടു നിൽക്കുന്ന മുടിയിഴകൾക്കിടയിലൂടെ അവ നീണ്ടു ചെന്ന് 2 ചെവികൾക്ക് പിന്നിലും ഒന്ന് തൊട്ടു. വിരൽ തലപ്പിലെ മഷി ആ ചെവിക്ക് പിൻവശം കറുപ്പിച്ചു. അന്നേരം മലയ്ക്ക് കീഴെ കൊല്ലംകോട്ട് ദേശമാകെ ഒരു കറുത്ത മേഘം വന്നു മൂടി. അവർക്ക് മുകളിൽ ഒരു വലിയ അപകടം അന്ന് ചിറക് വിരിച്ചു തുടങ്ങുകയായിരുന്നു. കറുത്തിരുണ്ട ഒരു ശരീരം പതിയെ പാറക്കൂട്ടങ്ങൾക്കിറങ്ങി തുടങ്ങി. ഒടിയൻ ചാത്തൻ. അവൻ്റെ കൂർത്ത കോമ്പലുകൾ അവൻ്റെ കീഴ്ചുണ്ടിന് മുകളിൽ കൂടി പുറത്തേക്ക് ഉന്തി വന്നു. അവൻ്റെ മുഖം കൂടുതൽ ഭീകരമായതുപോലെ. അന്നേരം കാരണവർ കടത്തുതോണി തുഴഞ്ഞ് ഇക്കരെ എത്തിയിരുന്നു. അയാളുടെ കാലുകൾ അതിവേഗം മുന്നോട്ട് ചലിച്ചു. പുഴക്കിപ്പുറവും കാട് തന്നെയാണ്. കയ്യിലെ ചൂട്ട് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ എരിഞ്ഞു തീരുന്നു. അയാൾ നടത്തത്തിൻ്റെ വേഗം കൂട്ടി. അപ്പോൾ ദൂരെ എങ്ങുനിന്നോ ഒരു മാടൻപോത്ത് അയാളെ ലക്ഷ്യമാക്കി കുതിച്ചു വരുന്നുണ്ടായിരുന്നു. ചൂട്ടണയും മുമ്പേ കാട് കടക്കണം എന്നവണ്ണം അയാൾ ധൃതിയിൽ നടന്നു. കാടിന് പുറത്ത് വയലുകളിലേക്കുള്ള നീണ്ട വഴിക്ക് ഇരുവശവും നിറയെ മുൾച്ചെടികളാണ്. തൊട്ടാൽ വിഷം തീണ്ടുന്ന മുള്ളുകൾ. അയാൾ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങി. ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ മുന്നിൽ ആ കാഴ്ച കണ്ട് അയാൾ അമ്പരന്ന് നിന്നുപോയി. മുന്നിൽ ഒരു കടമ്പായ. കൈതത്തണ്ട് കൊണ്ടുണ്ടാക്കിയ അരയ്ക്കൊപ്പം ഉയരത്തിലുള്ള ഒരു കടമ്പായ. ഇല്ല, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇതവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ എങ്ങനെ വന്നു? കൈതത്തടിയിലെ മുള്ളുകളെല്ലാം തേഞ്ഞു പോയിരിക്കുന്നല്ലോ. പഴക്കം തോന്നുന്നുമുണ്ട്. ഇനി തനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? ആയിരിക്കും. യാത്രയുടെ തിടുക്കത്തിൽ താൻ ഒന്നും ശ്രദ്ധിച്ചു കാണില്ല. അയാൾ ചൂട്ടൊന്നുകൂടി ആഞ്ഞു വീശിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. വലങ്കാൽ മെല്ലെ ഉയർത്തി കടമ്പയുടെ ആദ്യപടിയിൽ ചവിട്ടി. ഇടം കൈകൊണ്ട് അതിൻ്റെ ഒരു കാലിൽ ചവിട്ടി. വലിയ ഫലമില്ല എന്ന് തോന്നുന്നു. കടമ്പായ ഒന്നുലഞ്ഞു. ധൃതിയിൽ മറ്റേ കൈ കൊണ്ട് പിടിച്ച് ഒരു കാൽ അപ്പുറത്തേക്ക് വെക്കവേ അയാളുടെ കയ്യിൽ നിന്നും ചൂട്ട് താഴെ വീണു. വീഴും മുമ്പേ ചൂട്ട് പിടിക്കാൻ തത്രപ്പെട്ട കാരണവരുടെ കൈ എന്തോ ഒരു ലോഹത്തിൽ കൊണ്ട് തടഞ്ഞു. ഇരുട്ടിലും അയാളത് തിരിച്ചറിഞ്ഞു. ഒരു ഇരുമ്പ് വള. അയാളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ധൃതിയിൽ പിടഞ്ഞിറങ്ങാൻ തുനിയും മുമ്പേ കടമ്പായ നിരപ്പിൽ നിന്നും പതിയെ ഉയരുന്നത് അയാൾ അറിഞ്ഞു.
കാരണവരുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. ക്ഷണനേരം കൊണ്ട് കടമ്പായ ഒരു കൂറ്റൻ മാടൻ പോത്തായി മാറി. അയാൾക്ക് അനങ്ങാൻ സാധിക്കും മുമ്പേ അത് അയാളെ വഹിച്ചുകൊണ്ട് ഒന്ന് ചാടിത്തിരിഞ്ഞു നിന്നു. തറയിൽ കിടന്നിരുന്ന ആ ചൂട്ട് പോത്തിൻ്റെ കാലടികൾക്കിടയിൽപ്പെട്ട് പൂർണ്ണമായും അണഞ്ഞു. കണ്ണുകളിൽ ഇരുട്ട് പടർന്നു കയറും മുമ്പ് അയാൾ അവ്യക്തമായി അത് കണ്ടു. ആ പോത്തിൻ്റെ ഒറ്റക്കൊമ്പ്. മണിയാ! അയാൾ അറിയാതെ നിലവിളിച്ചുപോയി. പോത്ത് അയാളെയും കൊണ്ട് മുന്നോട്ടോടി ഒന്നുറക്കെ കുലുങ്ങി. കാട് കുലുങ്ങും പോലുള്ള അതിൻ്റെ അലർച്ചയിൽ കാരണവരുടെ ദുർബലമായ ശബ്ദം വലിഞ്ഞുപോയി. പോത്തിൻ്റെ ശരീരത്തിൽ നിന്നും തെറിച്ചു വീണ കാരണവർ തറയിൽ കൂടി അല്പദൂരം ഉരുണ്ടു നീങ്ങി. കുറച്ചു ദൂരം മുന്നോട്ടോടിയ പോത്ത് അതിലും വേഗത്തിൽ തിരിച്ചു വന്നു. കാരണവരുടെ തൊണ്ടക്കുഴിയിൽ അതിൻ്റെ ഒറ്റക്കൊമ്പ് താഴ്ത്തിക്കൊണ്ട് തല ഉയർത്തി. വായുവിലേക്ക് ഉയർന്നു പൊങ്ങിയ ആ ശരീരം ഒന്ന് നേർത്ത നരങ്ങളോടെ തറയിൽ വീണു. കണ്ണുകളിൽ രക്തപ്പാടം മൂടുന്ന ആ വേളയിലും കാരണവർ അത് കണ്ടു. തൻ്റെ അരികിൽ നിൽക്കുന്ന 2 കറുത്ത കാലുകൾ, കരണ്ട് രോമങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ കാലുകളിൽ അതേ ഇരുമ്പ് വളകൾ. മരണം കഴുത്തിൽ വിരൽ അമർത്തുന്ന വേദനയിലും അയാളത് തിരിച്ചറിഞ്ഞു. ഒടിയൻ മണിയൻ്റെ കാലിലെ അതേ ഇരുമ്പ് വളകൾ. കാരണവരുടെ ശരീരത്തിലെ 2 ബലിഷ്ഠമായ കൈകൾ ഒന്നുകൂടി വായുവിൽ ഉയർത്തി. വശങ്ങളിൽ ഇടതൂർന്ന് നിന്നിരുന്ന കള്ളിപ്പടർപ്പുകൾ ലക്ഷ്യമാക്കി ആ ശരീരം വീശി എറിഞ്ഞുകൊണ്ട് ആ കുറിയ രൂപം പിന്തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു നീങ്ങി. തൻ്റെ ഘാതകൻ്റെ നിഴൽ പോലുള്ള അവ്യക്ത രൂപം മാത്രമായിരുന്നു കണ്ണടയുന്നേരം കാരണവരുടെ കണ്ണിൽ പതിഞ്ഞത്. നടന്നു നീങ്ങവേ ആ രൂപം വീണ്ടും ഒറ്റക്കൊമ്പൻ പോത്തായി മാറി. അതിൻ്റെ കൊമ്പുകളിലും കാലുകളിലും പറ്റിയിരുന്ന രക്തം തറയിൽ ചോരപ്പാടുകൾ വീഴ്ത്തി. ആ കാട്ടുവഴിയിൽ നിന്നും കൊല്ലംകോട്ടേക്ക് അവൻ പതിയെ ഊളിയിട്ടിറങ്ങി. നേരം പുലരാൻ ഇനിയും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പതിവില്ലാത്ത നേരത്തെ വഴിയിലൂടെ ഒരു മാടൻ പോത്ത് ഓടിപ്പോകുന്നത് അമ്പലക്കുളത്തിൽ നിന്നും കണ്ട കീഴൂർ അമ്പലത്തിലെ ശാന്തിക്കാരൻ നെഞ്ചത്ത് കൈവച്ചു. ശിവശിവാ! അയാൾ പൂനൂലിൽ വിരൽ തൊട്ട് പ്രാർത്ഥിച്ചു. ആ ഒറ്റക്കൊമ്പൻ അതിവേഗം കുതിച്ചു പാഞ്ഞ് വയൽപ്പരപ്പുകൾ കടന്ന് കരിമ്പനക്കാട്ടിലേക്ക് കയറി. ആ കൂരയ്ക്ക് ചുറ്റും ഓടിക്കൊണ്ട് അത് മുക്കറിയിട്ട് കരഞ്ഞു. അകത്തുനിന്നും തെറിച്ചു വീണ വെള്ളം ദേഹത്ത് വീണതും പോത്ത് മനുഷ്യരൂപം കൈവരിച്ചു. ചാത്താ! ആ സ്ത്രീ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ കൈകളിൽ പുരണ്ട രക്തം അവർ കണ്ടു. എഴുന്നേറ്റയുടൻ അവൻ നേരെ അപ്പൻ്റെ കുഴിമാടത്തിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. ആ രക്തം അവനവിടെ ഉറ്റിച്ചു കൊടുത്തു. ആ കാഴ്ച പൂർണ്ണമായി കാണും മുമ്പേ തന്നെ ചാത്തൻ്റെ അമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. കഥ ഒടിയൻ തുടരും.